അതിലങ്ങോട്ട് വഴിയില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്. ഞാൻ ഹുഫൂഫിലാണുള്ളത്, അതായത് അൽ-ലഹ്സ എന്നൊക്കെ പറയുമ്പം നമ്മൾ സൗദി അറേബ്യൻ്റെ വീഡിയോ ഇന്നിവിടെ സ്റ്റാർട്ടാകാൻ പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ സൗദി അറേബ്യ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. അത് അൽ-ലഹ്സയിൽ തന്നെ തുടങ്ങണം. കാരണം റൂബൽ ഖാലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എംടി ക്വാർട്ടർ കഴിഞ്ഞാൽ ആദ്യം സൗദി അറേബ്യൻ്റെ ഒരു പട്ടണം തുടങ്ങുന്നത് അൽ-ലഹ്സ എന്നാണ്. റൂബൽ ഖാലി എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കാട്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതാണ്. സൗദി അറേബ്യൻ്റെ 1/4 ഭാഗം കാലിയാണ്. അതാണ് എംടി ക്വാർട്ടർ. അല്ലെങ്കിൽ റുബ് എന്ന് പറഞ്ഞാൽ കാല് എന്നാട്ടോ പറയുക, കാൽഭാഗം. റുബൽ ഖാലി എന്ന് പറഞ്ഞാൽ കാൽഭാഗം കാലി. സൗദിൻ്റെ കാൽഭാഗത്തോളം കാലിയാണ്, വെറും മരുഭൂമിയാണ്, വിജനമായ പ്രദേശമാണ്. ബാക്കി മുക്കാഭാഗം സ്ഥലത്ത് തന്നെയാണ് അവിടെയും ഇവിടെയും ആളുകൾ താമസിക്കുന്നത്. അതുതന്നെ മുക്കാഭാഗം സ്ഥലങ്ങളും ഫില്ലല്ല. അപ്പം ആ ഒരു ഏരിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല ഹുഫൂഫാണ്. ഹുഫൂഫിലാണ് ഞാനുള്ളത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അൽഖാറ മൗണ്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഡീപ്പായി പോയിട്ട് നമുക്ക് വീണ്ടും ഷൂട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളത് തന്നെ ഒരു ഗുഹൻ്റെ ഉള്ളിലാണ്. ആണോ? നമ്മൾ കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതൊരു ഗുഹൻ്റെ ഉള്ളിലാണ്. ഇവിടുത്തെ ഭൂപ്രദേശം ഇങ്ങനെയാണ്. അതായത് ഇസ്ലാം സൗദി അറേബ്യയിൽ വരുന്നതിൻ്റെ ഒരുപാട് വർഷക്കാലം മുന്നേ തന്നെ ബനി മുഹറക്ക് ഗോത്രം ഇവിടുത്തെ മലകളിലും ഗുഹകളിലും താമസിച്ചിരുന്നു. അതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവർ ഈ അമ്പെയ്ത്ത് വിദ്യയിൽ അഗ്രഗണ്യന്മാരായിരുന്നു. അപ്പോൾ അവർ ഇവിടെയുള്ള മൃഗങ്ങളെ, ദാബികളെയൊക്കെ വേട്ടയാടി ജീവിച്ചത് ഈ ഗുഹക്കുള്ളിലാണ്. ഈ ഗുഹക്കുള്ളിലല്ല കേട്ടോ, ഇവിടുത്തെ ഗുഹക്കുള്ളിൽ. ഈ ചുറ്റുഭാഗം ഈ ഭൂപ്രദേശം മൊത്തം ഗുഹകളാണ്. അതാണ് ഹുഫൂഫിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിനി വെറുതെ ഇങ്ങനെ പറഞ്ഞ് ചടപ്പിക്കാതെ നേരെ വിഷയത്തിൽ കയറാം. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. ഈ രസം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഡ്രോണൊക്കെ പറത്തി കാട്ടിത്തരണം. അപ്പോൾ ഈ വെയിലൊന്നും ഒതുങ്ങട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിന് ജബൽ ഷബാബ് എന്ന് പറയുന്നുണ്ട്. ഷബാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ മുഴുവനായിട്ട് ഈന്തപ്പനത്തോട്ടങ്ങളും നദികളാൽ ചുറ്റപ്പെട്ട പ്രകൃതി ഭംഗിയുള്ള സൗദിയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഹുഫൂഫ്. അതുകൊണ്ട് ഇതിനെ ജബൽ ഷബാബ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അറിയപ്പെടട്ടെ. നമുക്കിതൊക്കെ ഒന്ന് കണ്ടാലോ? ഇതല്ല കേട്ടോ, ഇത് വെറുതെ ഇങ്ങോട്ടൊരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ്. സംഭവം ഇതേ അല്ല, ഇതിലേറെ ഭംഗിയുള്ള നമുക്ക് ഉള്ളിൻ്റെ ആന്തരിക അവയവങ്ങളിലേക്ക് നമുക്ക് കയറി പോകണം. ഇവിടെ 50 റിയാലിൻ്റെ ടിക്കറ്റ് വരുന്നുണ്ട്, നമുക്ക് എടുക്കണം. ഇവിടെ ആരും ഇല്ലേ? ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇങ്ങനെ പിടിക്കുക. ഇതിന് 57.50 ആണ്. 50 പിന്നെ 7.50 എന്താ? മദ്ഫൂൽ ഫീസ. എന്തെങ്കിലാട്ടെ. അതുമാത്രവുമല്ല, ഇവിടെ ആരുമില്ല ഗൈസ്. ഞാനും ഗുഹകളും മാത്രം. നട്ടുച്ചയിക്കണമെന്ന് നോക്കണ്ട കേട്ടോ. ഇത് ഏതാ മണ്ണെന്ന് മനസ്സിലായില്ലേ? ഡെസേർട്ടിൽ നമ്മൾ കണ്ട മണ്ണില്ലേ, സെയിം സാധനം കട്ട പിടിച്ചാണ് ഈ ഗുഹകൾ. ഇത് വർഷം മുഴുവനും ഒരേ കാലാവസ്ഥ ആയിരിക്കും, ഒരേ ടെമ്പറേച്ചറായിരിക്കും ഇതിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ നിലവിൽ 12 ഡിഗ്രി അല്ലെ 13 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ വർഷം മുഴുവൻ ആ 13 ഡിഗ്രി തന്നെ ആയിരിക്കും ഈ ഗുഹകൾക്കുള്ളിൽ. 230 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ആണിയടിച്ച മാതിരി ഓരോ സാധനങ്ങൾ. ഇവിടെ വേറെ സാധനം കേട്ടോ, ഒരു ഒറ്റക്കല്ലിൽ, ചെറിയൊരൊറ്റക്കല്ലിൽ നിൽക്കുന്ന വലിയൊരു ആനൻ്റെ സൈസ്, ആന ഉണ്ടാവില്ല, ഒരു ആനൻ്റെ പകുതിയൊക്കെ സൈസുള്ള ഒരു കല്ലുണ്ട്. അതും ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ചെറുതായി വരും. ഞാൻ അത് ഇത്ര വലിയ സംഭവമാക്കി ഒക്കെ അറിയണ മാതിരി പറയാൻ കാരണം എന്താ പറയുക, ഞാൻ അതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്രാവശ്യം കുറച്ച് നമ്മൾ ലൈറ്റൊക്കെ ആയിട്ടാണ് വന്നത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വെളിച്ചം കുറവാകും.
അപ്പം തീർച്ചയായിട്ടും നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ സ്ഥലത്തും CCTV ഉസ്മാനുണ്ട്. പക്ഷെ അതല്ല രസം. ഇത് കൃത്രിമല്ല, ഇത് ഇത് പ്രകൃതിദത്തയാൽ ഇവിടെ രൂപപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വഴി ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അന്നത്തെ കാലത്തെ ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ മുംബൈ ധാരാവി കൂടെ ഒക്കെ നടക്കണത് വിചാരിക്കുക. കാരണം അവിടെ അതേമാതിരത്തെ ഗല്ലിയാണല്ലോ, ചെറിയ ഗ്യാപ്പല്ലേ ഉള്ളൂ, രണ്ട് സൈഡിലും വീടുകൾ. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഇതേമാതിരി ഗുഹൻ്റെ ഉള്ളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും പോലെ മുറികളൊക്കെ. ഇതിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു ഗല്ലി മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ പോകാം. കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലം വരാണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ ആഷിറും പിന്നെ സുഹൈൽ പറഞ്ഞ ഒരാളുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് വരാൻ കാരണം എന്താ അറിയോ? കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉള്ളിലേക്ക് പോയിനി. അപ്പം കുറേ ആൾക്കാർ കൂടെ ആളുള്ളതുകൊണ്ടല്ലേ ഉള്ളിലേക്ക് പോയതെന്ന് ചോദിച്ചിനി. ഇപ്രാവശ്യം നമ്മളെ കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ കണ്ട് കേടും. പിന്നെ ഒരു പോക്കുണ്ട് നമുക്ക്. ഹലോ, ആ യക്ഷി ചിരിച്ചല്ല കേട്ടോ, അവിടെ വേറെ ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. ഇതെന്ത് സംഭവം, അവിടെ കഴിഞ്ഞു പോയി. ഇനിയാണ് നമ്മളെ പരിപാടി തുടങ്ങണേ. എല്ലാവരും ഓണത്തു കൂടി പോകാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പറ്റും. നായ്ക്കളെ മാതിരി ഏഞ്ഞാണ്ടൊക്കെയാണ്. വഴി അടഞ്ഞോ? ഇല്ല, ഇതിൽ പോവാം. തട അവസാനിച്ച് ഇതിൽ പോവാം. അതിന് മേൽ പോയിണ്ടല്ലോ. ഇതുവരെ ഇവിടെ ആരും കണ്ടെത്താതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണണം. ഓ, സമ്മതിക്കണം വേണ്ടത്തെ ആൾക്കാരെ. ഞാൻ അതിലങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അതിൽ ഇറങ്ങിക്കാൻ നല്ല ഭാഗമായിട്ടുണ്ട്. ഒരു കിണറാണ്. കഴിഞ്ഞോ? സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൽ ഡെസേർട്ടിലൊരു സൈസ് പാമ്പുണ്ട്. കൊത്തി കഴിഞ്ഞാൽ വല്ലാതെ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരില്ല, പെട്ടെന്ന് തീരുമാനമാകും. അതിലങ്ങോട്ട് വഴിയില്ല, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് വെളിച്ചം വേണം. മോനെ പേടിപ്പിക്കാനായിട്ടൊരു സാധനം.
ഒരു കളറും ഒരൊറ്റ ഊതിയാൽ മതി. ഇതാ അടക്കണ്ട് കണ്ടോ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? എല്ലാത്തിൻ്റെയും എൻഡിൽ ഇതേപോലെ വെളിച്ചം വരുന്നൊരു സ്ഥലമുണ്ട് മേൽഭാഗത്തുനിന്ന്. ഇത് 230 അടി വരെ ഉയരമുള്ള സ്ഥലമാണ്. ഇതല്ലാതെ ഇവിടെ 230 അടി ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരു 50 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. 230 അടി തട്ടി 230 മീറ്റർ ഹൈറ്റ് ആണ് ജബൽ ഖാറിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇതിൻ്റെ എൻ്റെ അപ്പോൾ ഇതൊക്കെ ഒരു വീടായിരിക്കൂലേ അന്നത്തെ ഗോത്രത്തിൻ്റെ. ഇപ്പോൾ ഈ ഒരു സ്പേസ്, കാരണം ഇതെൻ്റെ ഒരു മറൊക്കെ വെച്ചിട്ട് ഇവിടെ കന്ന് താമസിച്ചിട്ടുണ്ടാവും. അപ്പം മിക്കവാറും ചുമരുകളിലൊക്കെ കൊത്തുപണികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കയറി വന്ന ഭാഗത്തൊരു മ്യൂസിയം ഉണ്ട്, അവിടേക്ക് മാറ്റിയിട്ടുണ്ടാവും. കണ്ണൊന്നും കാണില്ലാണ്ട് പൂവ് തന്നെ കേട്ടോ. അതിലൂടെ ഉപയോഗിക്കാലോ, പക്ഷെ ഇത് ഇമ്പോസിബിളാ. ഇവിടെ പോവോ? എന്തൊരു തണുപ്പ് ഇതിനുള്ളിൽ. പുറത്ത് ഈ സെക്യൂരിറ്റി ഇതിനുള്ളിൽ കുറുക്കനുമുണ്ട് ഗൈസ്. ഇതിനുള്ളിൽ കുറുക്കൻ്റെ ഇത് കണ്ടെത്തി എന്നൊക്കെ പറയുമോ. നമ്മളീ നടക്കുന്ന സ്ഥലം ഒരു മണലാട്ടോ, പൂയിമാരി പക്ക ഡെസേർട്ട്. പക്ഷേ ഇത് സാധാ മണ്ണാണ്. നമ്മൾ ഈ തായ്ലാൻഡിലൊക്കെ റോപ്പ് ക്ലൈമ്പിനൊക്കെ ഉപയോഗിച്ചപ്പോൾ കണ്ടി നല്ല ഉറച്ച മറ്റേ ജിപ്സത്തിൻ്റെ സംഭവമല്ല, ഇത് സാധാ മണ്ണ്. ഈ മണ്ണ് എങ്ങനെ ഇത്ര കാലങ്ങളോടെ, അതായത് ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതിവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ. ഉണ്ടോ ഈ മൺകട്ട. അതിൻ്റെ ഇടയിൽ തന്നെ ചില കല്ലുകളൊക്കെ വന്ന് ഇങ്ങനെ വീകാൻ വേണ്ടി വെള്ളത്തിന് തുള്ളിയിട്ടിക്കണം, അവരെ കെറ്റിക്കുന്നുണ്ട്. അതൊക്കെ വീണാൽ കഴിഞ്ഞില്ലേ. അങ്ങനെ വഴിയുണ്ടോ? ആ പോയി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് പോവില്ല. പക്ഷെ ഇവിടെ എന്തും ഇവരവിടെ അടച്ചിട്ട് എന്താ ഞാൻ പറഞ്ഞ കണ്ടോ, ഒരു പാറ വന്ന് നിൽക്കണ്. ആ കല്ലൊക്കെ ഒടുക്കോ എന്തൊക്കെയോ ഒരു കട്ടക്കാലത്തിന് ഒടുക്കോ ചാരി നിൽക്കുകയാണ്. ഇത്ര ഗ്യാപ്പൊക്കെ ഈ ഒരു ഗ്യാപ്പാണ്. പക്ഷെ ഇതിൽ കൂടെ മുന്നേ ആൾ പോയിക്കണേ. ഫസ്റ്റ് ഞാൻ പോകുന്നില്ല കേട്ടോ, ചെരുപ്പിൻ്റെ അടികളൊക്കെ ഉണ്ട്. ഇത് മൊത്തമല്ലായി. അത് വേണ്ട, അത് പാളും. എന്തൊക്കെ അടികളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിന്. എന്തായാലും ഇതിന് എൻ്റെ വരെ പോയിട്ടേ തിരിച്ചു വരുള്ളൂ, ഉറപ്പാ. രണ്ട് വഴികൾ, ഒന്ന് അങ്ങോട്ടും
ഇവർ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ പാമ്പ് സാധനങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ഒരു സിസ്റ്റം ഒന്നും, അല്ലെങ്കിൽ കീടനാശിനി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നുണ്ടാവില്ലല്ലോ അല്ലേ. ഇതൊരു വലിയ പോക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിലാണ് എഴഞ്ഞു പോകാം. പക്ഷെ അവിടെ പോയി നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ സ്റ്റക്കാവും. ഇറ്റ്സ് ഇനഫ്. സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ വരെ ആളെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് പോയാൽ ഫസ്റ്റ് പോണ ആൾ നമ്മളാവും, ഡൗട്ടുമില്ല. പൊന്നോ, ഇപ്പം അതിൻ്റെ അറ്റം വരെ പോയത് നമ്മൾ മാത്രമേ ഉള്ളൂ. ആരും ചെയ്യാത്ത ചെയ്താൽ മതി. സമ്പത്തി കൂടെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വന്നത്, ഓർമ്മയില്ല. ശ്വാസമൊക്കെ മുട്ടണ മാതിരി. ഇവിടെ ഓക്സിജൻ്റെ അളവില്ല ഇനി. വന്ന വഴി എന്തായാലും തിരിച്ച് പോയില്ല. ഇതൊടുങ്ങി ചാടിയില്ലെങ്കിൽ തീരുമാനമായി. യെസ്, മോനെ അവിടെ നിന്ന് ഇരിക്കട്ടെ. ഇതൊരു 1.5 താവളം തന്നെ ആയിരിക്കില്ലേ പോലെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് മെയിൻ എൻട്രൻസ് ആയിട്ട് ഒന്നേ ഉള്ളൂ. ഇനി ഒന്നാണോ ഇനി ഇവർ സഞ്ചാരികൾക്കായിട്ട് ഒരു ഒറ്റ കവാടം ആക്കിയാണോ അറിയില്ല, ടിക്കറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊക്കെയുള്ള ഗോത്രക്കാരെ ആക്രമിക്കാൻ സുഖമില്ല, അവരൊറ്റ കവാടം അടച്ചാൽ പോരെ. അപ്പോൾ അതിന് വേറെയും വഴികളുണ്ടായിരിക്കും. ഇവരൊന്നെങ്കിൽ അത് അടച്ചതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് അടഞ്ഞതായിരിക്കും. അതായത് നന്നാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനുള്ളിൽ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പ്രാവില്ലെങ്കിൽ ഒരു വവ്വാലെങ്കിലും കൂടുവിട്ടലുണ്ട്. ഇവിടെ അതും കാണാനില്ല. അധിക സ്ഥലങ്ങളിലും ജംഗ്ഷനുകളിലൊക്കെ CCTV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ വളരെ ഡീപ്പായി ഉള്ളിലേക്കുള്ള സാധനത്തേക്ക് ഒന്നുമില്ല എന്നുള്ളൂ. അത് വില കയ്യിൽ നിന്ന് തന്നെ പോയ സ്ഥലങ്ങളാണ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ക്യാമറ അതേപോലെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 50 റിയാലിനുള്ള ശരിക്ക് ഒരു ടൂറിസ്റ്റ് എന്നുള്ള സംഭവിച്ചിടത്തോളം 50 റിയാലുള്ളത് നീക്കുക. ഇപ്പോൾ ഇതിനുള്ളിൽ കൂടെയൊക്കെ വയറിങ് പോയിന്. പക്ഷെ അതുപോലും ഇവർ പിന്നെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു രസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ മണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇതേ കളറിൽ തന്നെ കുമ്മായൊക്കെ ഉപയോഗിച്ചിട്ട് മറച്ച് വെച്ചിട്ടുണ്ട്, പൈപ്പ് ലൈനൊക്കെ. പിന്നെ ശരിക്കും ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് വന്നു പോകാൻ പറ്റിയ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാമിലീസിനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ 50 റിയാലിനുള്ള വെർത്ത് ഒന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. പക്ഷെ വലിക്ക് തോന്നുന്നത് ഭയങ്കര ക്രൗഡാതിരിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് ആക്കി 57 റിയാലൊക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ സാറ്റിസ്ഫൈഡാണ്. രസമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സെയിം പ്രൈസ് തന്നെയായിരുന്നു. പ്രൈസ് ഹൈ ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിത് വന്ന സ്ഥലമാണോ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ഓടുന്ന കയറിയേ എവിടേക്കാണ് ഇറങ്ങിയെന്ന്. ഇതിലുള്ള സാധനം ഇല്ലയെന്ന് വിചാരിക്കരുത്, സാധനം ഉണ്ട് കേട്ടോ. ഉണ്ടോ? മൂങ്ങ ആരുടെ ഇതന്നെയാണ് തോന്നുന്നുണ്ട്. പുറത്തേക്ക് പോയി നമ്മളൊരു കയറ്റ കയറിയിട്ടല്ലേ ഒന്നിഞ്ഞ് ആ മറ്റേ മടൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം പിന്നെ ഒന്നും ഓർമ്മയില്ല.
യെസ്, വി ആർ കമ്മിങ് ഔട്ട്. പൊളി. വെയിലിൻ്റെ ഒരു പവറേ. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ പരിപാടി. കൂണ് പോലെ നിൽക്കണേ കണ്ടോ, കൂണ് പോലെ നിൽക്കുന്ന സാധനം. ഇത് ഞാൻ കാണിച്ചു തരാം, വ്യക്തമായിട്ട് കാണിച്ചു തരാം. പോണ വഴിയിൽ നമുക്ക് പക്ക ഒരു ബോൾ പോലത്തെ സാധനം കാണാം. അതിൻ്റെ അടിയിൽ ചെറിയൊരു കല്ലുമ്മല നിൽക്കുന്നത്. ഇതിനുള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഞാൻ പറയില്ല, മിക്കവാറും അവിടെ നിന്ന് കിട്ടിയ കണ്ടെത്തിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്. കാണിച്ചു തരാം. ഓ ഇതാരൊക്കെ ഇത് 2001 ഇത് കണ്ടെത്തിയ കേട്ടോ. ഈസ്റ്റേൺ റീജിയൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് ഭാഷ എന്നാവൂലേ? അന്നത്തെ ആളുകൾ ഉപയോഗിച്ചേ. The place of Taj treasures, the unknown princess of Taj. ഇത്ര വർഷമായിട്ട് ഇതിന് കേടുപാടുകൾ സംഭവിച്ചില്ലല്ലോ. അവിടെ അങ്ങനെ കുറച്ച് പോയിന്. പക്ഷെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തായിരിക്കുമല്ലോ അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, ബഹ്റൈനിലെ വീഡിയോയിൽ ഈ സാധനം കാണിച്ചില്ലേ, പാമ്പ്. ഇവർ ഈ പാമ്പിൻ്റെ ഇതിൽ ആ സാധനത്തിന് എന്താ സർപ്പന്തി എന്നോ എന്താണ് പറയുക. ഈ പാമ്പിൻ്റെ ഈ വിഷയത്തിൽ ഇവർ കുറച്ച് വീക്ക്നെസ് തോന്നുന്നുണ്ട്. കാരണം ഇത്തരം സാധനങ്ങളൊക്കെ ഇവരെ ഒരു ഗാംഭീര്യത്തെ കാണിക്കാനോ എന്തോ ആണ് ഉപയോഗിക്കുക. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഈ പാമ്പ്, ഈ പഴയ രാജകുടുംബം കണ്ടല്ലോ, അതായത് ഫറോവയുടെ കാലം മുതലേ അവർക്ക് ഈ സാധനം ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഇന്നും ഈ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇവിടെ പല രാജകുടുംബങ്ങളിലും സിംഹത്തിനും പുലിനും കടുവിനൊക്കെ അതുവരെ രാജപ്രൗഢിയുടെ ഒരു ഭാഗമാണ്. അത് ഇന്നും ഇന്നത്തെ തലമുറകളും അത് ഉപയോഗിച്ച് പോകുന്നുണ്ട് രാജകുടുംബത്തിൽ. ഇത് ജബൽ ഖാറിൻ്റെ പഴയ ചിത്രമായിരിക്കും. അവിടെ ചില മ്യൂസിയത്തിന് കോപ്പിറൈറ്റ് ഇട്ടോ. ഇങ്ങനെ ഒരു സാധനം, ഇതിൻ്റെ വലിയൊരു സാധനം നമുക്ക് പിന്നെ അൽബഹയിൽ കാണാനുണ്ട് കേട്ടോ. ഐൻ വില്ലേജ്. ഇതാ സാധനം ജബൽ ഖാറ. നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുകയാണെങ്കിലേ നമുക്ക് ഇവിടെ ഒരു ജവാസ പാർക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇന്ന് രാവിലെ പിന്നെ 7 മണിക്കാണ് ദമാമെന്ന് പോകുന്നത് കേട്ടോ. ദമാമെന്ന് ഇങ്ങോട്ടേക്ക് 158 കിലോമീറ്റർ ഉണ്ട് കറക്റ്റ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് 150 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ ഹുഫൂഫും ദമാമും തമ്മിൽ. അപ്പം ഇവിടെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത് തിരിച്ച് പോകാവുന്നേ ഉള്ളൂ. ആർച്ചറി ചലഞ്ച്. ഓ, പഴയ അമ്പെയ്ത്തുകാരുടെ ഗ്രാമല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ അമ്പ ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ വെച്ചിട്ടോ. അതിന് അമ്പ എവിടെ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണം. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പോയി. ഇവിടെ മൊത്തം മുറിയാണ് കൈമലൊക്കെ. ആവശ്യമില്ലാത്തൊരു പണിയനി. ഇതുണ്ടോളി, ഇതെങ്ങാണ്ട് സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഞാൻ ഒന്നും പറയലില്ല. ആ കല്ല് പിന്നെ 3 ചെറിയ സാന്ത്വമിലെങ്കിലും നിൽക്കുകയാണ് വിചാരിക്കുക. ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കാം. ഇതൊക്കെ നോക്കാം. ഇവിടെ നിന്ന് ഒരാൾ സൈഡ് കൂടാണ്ട് പോയി ഒന്ന് ചിരിച്ചാൽ ചിലപ്പോൾ പോകും. ഒരു 2 കുത്തുമലി. ഇതിൽ കൂടെ പോണവരൊക്കെ കളിയാക്കണ മാതിരി ഉണ്ട്. ഇവിടെ നമ്മൾ അടുത്ത പരിപാടി എന്താ അറിയോ? ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജവാസ പാർക്കിൽ പോകും. അടുത്ത നല്ല രസമുള്ള വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ കണ്ടിട്ട് പോയാൽ നിങ്ങൾ ഒരു റീജിയൻ നമ്മൾ മിനിമം 2 വീഡിയോ എങ്കിലും ചെയ്യും. ഇത് മുതലാവട്ടത് പരിപാടി. പൈസ മുടക്കിയേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.